വീട്ടിൽ വെറുതെ ആയിരുന്നപ്പോൾ ഒന്ന് പുറത്ത് ചാടിയതാണ്. ദൂരം എങ്ങും പോയിട്ടില്ല. നമ്മുടെ കോട്ടാപ്പാടത്ത് വന്നാൽ പിന്നെ ഞങ്ങളുടെ കടയിലൊന്ന് കയറണല്ലോ. അങ്ങനെ അവിടെ കയറി നോക്കിയതാണ്. ഇടയ്ക്കൊക്കെ ഞാനിവിടെ വന്ന് കയറിയ കേട്ടോ പുതിയ സാധനങ്ങൾ എന്തെങ്കിലും വന്നിക്കണോ എന്നുള്ളത്. അങ്ങനെ നോക്കിയപ്പോൾ പുതിയതായിട്ട് ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു എണ്ണ ഒഴിച്ചേക്കണ ബോട്ടിലൊക്കെ ഞാൻ എടുത്തതാണ്. ഒരുപാട് സാധനങ്ങൾ പുതിയത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവരും നോക്കിയിട്ടേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഞാൻ പെറുക്കിയിട്ടുണ്ടായിരുന്നു. കടയിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കാക്കു പറഞ്ഞത് ആളുടെ ചെരുപ്പ് കേടന്നിട്ടുണ്ട്, നമുക്കൊരു ചെരുപ്പും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അലനല്ലൂർ വരെ ഒന്ന് പോവാം. ആയിക്കോട്ടെ എന്ന് ഞാനും. അങ്ങനെ ഞങ്ങൾ ഉണ്ടാവും അവിടുന്ന് അലനല്ലൂരുള്ള ഒരു ചെരുപ്പ് കടയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആള് ചെരുപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നോട് ഇങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ അഭിപ്രായം ചോദിക്കട്ടെ. പക്ഷെ എനിക്ക് പറ്റുന്നത് ആൾക്കും പറ്റൂല, ആൾക്ക് പറ്റുന്നത് എനിക്കും പറ്റൂല. ലാസ്റ്റ് പിന്നെ ആളെ ഞാനിനി എന്നോട് അഭിപ്രായം ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ടേ ആൾക്ക് പറ്റിയ ഒന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഏതായാലും പോയതല്ലേ വിചാരിച്ചിട്ട് ഞാനും ഒരു ചെരുപ്പ് കയ്യിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനാണെങ്കിലും എന്തെടുക്കുകയാണെങ്കിലും കൂടെ ഒരാളുണ്ടെങ്കിൽ നമ്മൾ അഭിപ്രായം ചോദിക്കുമല്ലോ. അങ്ങനെ എങ്ങനെ ചോദിച്ച് നിൽക്കട്ടോ. പക്ഷെ നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എടുത്ത് പോരല്ല. കാരണം ഇനിയിപ്പോൾ എന്തൊരു സാധനം ആയിക്കോട്ടെ, ഞാൻ ഒറ്റക്കാണ് വാങ്ങിക്കാൻ പോണിച്ചെങ്കിൽ എനിക്ക് ആ ഒരു സാധനം ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് പോരുട്ടോ. പക്ഷെ കൂടെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ഓലോട് ഇങ്ങനെ അഭിപ്രായം ചോദിച്ചിട്ടേ നമ്മൾ പിന്നെ ഓളുടെ ഒരു ഇഷ്ടം കൂടി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒന്ന് രണ്ടു വട്ടം കൂടി തിരയുമല്ലോ. കൂടെയുള്ള രണ്ടാൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാണെങ്കിലേ അപ്പൊ പിന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ആക്കാരം ഏത് എടുക്കും എന്നുള്ളത്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട എടുക്കണം, അത് ഓൾക്ക് ഇഷ്ടപ്പെട്ട എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നമ്മൾ അങ്ങനെ നിന്ന് പോകും. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമൊക്കെ ഉണ്ടോ ഇങ്ങനെ. ഇനിയിപ്പോൾ എല്ലാവരും ഒരേപോലെ ആയിക്കോളണമെന്നില്ലല്ലോ. അങ്ങനെ സാമിയിൽ കയറിയിട്ട് ഞാൻ എനിക്ക് ഒരുകൂടം ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ട് ഞങ്ങളിത് വെള്ളം കുടിക്കാൻ വേണ്ടി കയറിക്കാം. ഞാൻ ചിക്കുവിൻ്റെ ഒരു ജ്യൂസും കാക്കും അവൽ മിൽക്കുമാണ് കുടിച്ചത്. അങ്ങനെ കുട്ടികൾക്ക് കുറച്ച് മുട്ടായും വാങ്ങിച്ചിട്ടേ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.